ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ചെറിയൊരു ഈദിൻ്റെ വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഷോപ്പ് ചെയ്യാൻ പോയിട്ടുള്ളത് സഫാരി മാളിൽ പുതിയതായിട്ട് ഇനാഗുറേറ്റ് ചെയ്ത അൽബത്തൂൽ എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ്. അൽബത്തൂൽ ഒരു അബായ ഷോപ്പ് തന്നെ, പക്ഷേ ടോപ്സ് എല്ലാം ഉണ്ട്. ഞങ്ങൾ രാത്രിയാണ് നോമ്പൊക്കെ തുറന്ന് തറാവീഹൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് സഫാരി മാളിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ. സഫാരി മാളിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് അൽബത്തൂലുള്ളത്. അൽബത്തൂലിൻ്റെ ദുബായ് ബ്രാഞ്ച് ഉണ്ട് കേട്ടോ. ദുബായ് ബ്രാഞ്ചാണ് എനിക്ക് കുറച്ചുകൂടെ കളക്ഷൻസൊക്കെ ഉള്ളതായിട്ട് തോന്നിയത്. ഇവിടെയും കുഴപ്പമില്ല. ഞങ്ങൾ നടന്നു വരുമ്പോൾ അവിടെ ബുക്ക് ഫെയർ പോലെ എന്തോ നടക്കുന്നുണ്ടായിരുന്നു. കുട്ടികളുടെ ബുക്സാണ് കേട്ടോ കൂടുതൽ കണ്ടത്. അപ്പോൾ അൽബത്തൂൽ എത്തിയിട്ടുണ്ട്. ശരിക്കും ഞങ്ങൾ ഇത്തയ്ക്കൊരു ഡ്രസ്സ് എടുത്തായിരുന്നു. അതിപ്പോൾ അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞങ്ങളത് മാറ്റിയെടുക്കുകയും ചെയ്യാം, പിന്നെ എനിക്കൊരു ഡ്രസ്സ് എടുക്കുകയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് പോയത്. അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട്, അതുപോലെ തന്നെ പല ടൈപ്പ് കളറുകളുണ്ട്. ശരിക്കും അബായ മാത്രമല്ല, ടോപ്സ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഫുൾ ലെങ്ത്ത് ടോപ്സ് ആണല്ലോ ഇപ്പോൾ ട്രെൻഡ്. അതുപോലെ പല ടൈപ്പ് ദുപ്പട്ടാസ് ഉണ്ട്, സ്റ്റോൾസ് ഉണ്ട്. ഞാനൊരു ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ളൊരു ടോപ്പാണ് കേട്ടോ എടുത്തത്. അതിൻ്റെ കൈയുടെ അറ്റത്ത് ശരിക്കും ബലൂൺ പോലെ നല്ല രസമാണ് കാണാൻ. ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ ഒരു ഫർണിച്ചർ ഷോപ്പുണ്ട്. വെറുതെ ഉമ്മയൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് വെറുതെ കയറിയതാണ്. അപ്പം ഇക്ക മരമൊക്കെ കണ്ടപ്പോൾ തട്ടിയൊക്കെ നോക്കണ്ട കേട്ടോ. അപ്പോൾ ആ ഫ്ലോറിൽ തന്നെ ബാക്കിലായിട്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറേ സ്പേസ് ഉണ്ട്. പിന്നെ ഒരു മിനി അക്വേറിയം സെറ്റപ്പ് ഉണ്ടായിരുന്നു ഇവിടെ. ഓട്ടോമാറ്റിക്കലി ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു അക്വേറിയംസ് കുറേ കണ്ടിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ പുറത്തിറങ്ങി. സഫാരി മാളിൻ്റെ തൊട്ടടുത്ത് ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് കേട്ടോ ലുലു ഉള്ളത്.